ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. ഇത് പരീക്ഷയുടെ കാലമാണ്, അതുകൊണ്ടാണ് ഞാൻ വൈകിപ്പോയത്. പിന്നെ ഇന്നിപ്പോൾ ഞാൻ എല്ലാ ഫ്രണ്ട്സിനും ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് സ്നേഹസ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്നത് നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയെക്കുറിച്ചാണ്. പൊങ്കാലയുടെ ദേവിയുടെ കഥയോ അല്ലെങ്കിൽ കഥകളൊന്നും അല്ല ഇപ്പോൾ പറയുന്നത്. ഞാൻ പൊങ്കാലയെക്കുറിച്ച് മാത്രമാണ് പറയുന്നത്. ദേവിയെക്കുറിച്ചുള്ള കഥയൊക്കെ അടുത്തൊരു വ്ളോഗിൽ ഞാൻ ഇടും. അപ്പോൾ ഇത് പൊങ്കാലയെക്കുറിച്ച് മാത്രമാണ് ഇവിടെ പറയുന്നത്. എല്ലാ വീടുകളും അതിനുവേണ്ടി നഗരം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമാണ് ജനങ്ങൾ ഇവിടെ എത്തുന്നത്. അത് വിദേശികളടക്കമുള്ള സ്വദേശികളും വിദേശികളും അടക്കം സ്ത്രീകളുടെ ശബരിമല എന്നുകൂടി അറിയുന്നതാണ് ആറ്റുകാൽ ക്ഷേത്രം എന്ന് പറയുന്നത്. ആറ്റുകാൽ അമ്മയുടെ ഭക്തർ എന്ന് പറയുന്നത് ഈ ലോകമെമ്പാടും വ്യാപിച്ചു കിടക്കുന്നതാണ്. നമ്മുടെ ശക്തികളിൽ ഏറ്റവും മഹത്തായ ശക്തി എന്ന് നമുക്ക് പ്രപഞ്ച ശക്തി എന്നൊക്കെ നമ്മൾ പറയുന്നതിന് തുല്യമാണ് നമ്മുടെ ആറ്റുകാൽ ദേവി അല്ലെങ്കിൽ ആറ്റുകാൽ ഭഗവതി. നമ്മളൊക്കെ ആറ്റുകാൽ അമ്മ എന്ന് വിളിക്കുന്ന വളരെ സ്നേഹത്തോടെ അല്ലേ, നമ്മൾ പറയുന്ന എല്ലാ ദുഃഖങ്ങളും ദേവി കേൾക്കും എന്നുള്ളത് ഭക്തരുടെ അകമഴിഞ്ഞ വിശ്വാസമാണ്. അതുപോലെ തന്നെ 9 ദിവസങ്ങളോളം വ്രതമെടുത്തും പൊങ്കാലയിടാം, അല്ലെങ്കിൽ 12 ദിവസത്തോളം വ്രതം നോക്കുന്നവരുമുണ്ട്. ഈ വ്രതം നോക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ പരിഗണിച്ച് രോഗങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള വ്രതം മാത്രം നമ്മൾ എടുക്കുക എന്നുള്ളതാണ്. ഏറ്റവും ശുദ്ധിയോടുകൂടി ഏറ്റവും നിറഞ്ഞ മനസ്സോടെ നമ്മൾ ഭഗവതിക്കായി എന്തർപ്പിച്ചാലും അത് ഭഗവതി സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പിന്നെ ദൂരെയൊക്കെ ഉള്ള ദേവിയുടെ അടുത്ത് എത്താൻ കഴിയാത്ത ആൾക്കാർക്ക് അതാത് സ്ഥലങ്ങളിൽ തന്നെ പൊങ്കാല അർപ്പിക്കാം. നമ്മൾ പിന്നെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞാണ്, അത് ശുദ്ധിയുള്ള വസ്ത്രം അതണിഞ്ഞാണ് നമ്മൾ പൊങ്കാല ഇടാൻ പോകേണ്ടത്. ഇതൊക്കെ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ദേവിയെ നമ്മുടെ തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ തന്നെ അനന്തൻ വസിക്കുന്ന നഗരം അല്ലേ, അനന്തപുരം, അനന്തൻ വസിക്കുന്ന നഗരം എന്നാണ് പറയുന്നത്. നമ്മുടെ പത്മനാഭസ്വാമിയുടെ മണ്ണിൽ, ആറ്റുകാൽ അമ്മയുടെ മണ്ണിൽ ഒരു പൊങ്കാല ഇടുക എന്നുള്ളത് ഓരോരുത്തരുടെ ആഗ്രഹമാണല്ലേ. ചിലരൊക്കെ വർഷങ്ങളോളം ആഗ്രഹിക്കാറുണ്ട്. ഞാൻ യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേയും സ്ഥിരമായി പൊങ്കാല ഇടുന്ന ഒരാളാണ്. ഇപ്പോൾ തന്നെ അതിനുവേണ്ടി എൻ്റെ മനസ്സ് ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മൾ വീടും പരിസരങ്ങളും ഒക്കെ അതിനനുസരിച്ച് വൃത്തിയാക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ ജാതി മതഭേദമന്യെയാണ് നമ്മുടെ പൊങ്കാലയുടെ കാര്യങ്ങൾ നീളുന്നത്. അന്ന് പൊങ്കാല ഇടാൻ വരുന്ന ഭക്തർക്ക് സംവിധാനം ഒരുക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. ഈവൻ ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ, റെയിൽവേ അതോറിറ്റി, അതുപോലെ ബാങ്കിൻ്റെ ജീവനക്കാർ, അങ്ങനെ പല പല ജീവനക്കാർ ചേർന്നാണ് ഭക്തർക്ക് പൊങ്കാല ഇടാൻ വരുന്ന സ്ത്രീകൾക്ക് പിന്നെ മോരുവെള്ളം, അതുപോലെ തന്നെ സർബത്ത്, അതുപോലെ പല പല കാര്യങ്ങൾ, ആഹാരം ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഫ്രീ ആയി നൽകുന്നത്. തിരുവനന്തപുരത്തിൻ്റെ റോഡിൻ്റെ 2 സൈഡിലുമുള്ള വീടുകളൊക്കെ എല്ലാം ഭക്തർക്ക് വേണ്ടി പൊങ്കാലയുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി ഈവൻ അവരുടെ ബാത്റൂമുകൾ പോലും തുറന്നു നൽകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ അവിടെ താമസിക്കുന്ന എല്ലാവർക്കും പൊങ്കാല എന്ന് പറയുമ്പോൾ ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങളാണ്. അപ്പോൾ ആറ്റുകാൽ ക്ഷേത്രവും പരിസരവും അതിനെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ഞാൻ ഒരു ദിവസം ദേവിയെ കാണാൻ പൊങ്കാലയ്ക്ക് മുമ്പ് തന്നെ ഇപ്പോൾ 2 ദിവസം മുന്നേ പോയിരുന്നു. അപ്പോൾ തന്നെ ക്ഷേത്രം നിറഞ്ഞ് ഭക്തജനങ്ങളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി പൊങ്കാലയാണ്, സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന ഈ പൊങ്കാല മഹോത്സവം എന്ന് പറയുന്നത് വാക്കുകളിൽ വിവരിക്കാൻ കഴിയാത്തതാണ്. ക്ഷിപ്രപ്രസാദിയാണ് ദേവി. നമ്മൾ എന്ത് ആഗ്രഹിച്ച് പൊങ്കാല ഇട്ടാലും അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാലും ദേവി വിളിപ്പുറത്തെത്തും. എൻ്റെ 2 മക്കളുടെയും ചോറൂണ്, പേരിടുന്ന ചടങ്ങ്, തുലാഭാരം 3 ആറ്റുകാൽ ക്ഷേത്രത്തിലാണ് ചെയ്തത്. തിരുവനന്തപുരത്തിനെ സംബന്ധിച്ച് ഒരു കുഞ്ഞിൻ്റെ ചോറൂണ് അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പ്രിഫറൻസ് വരുന്നത് ആറ്റുകാൽ ക്ഷേത്രമാണ്. പിന്നെയാണ് അവർ അവിടെ ചെന്ന് നേർച്ച നടത്തിയതിന് ശേഷമാണ് മിക്ക ആൾക്കാരും വേറെ ക്ഷേത്രങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പോൾ ഓരോ ക്ഷേത്രത്തിനും അതിൻ്റേതായ പ്രത്യേകതയും അതിൻ്റേതായ പരിശുദ്ധിയും അതിൻ്റേതായ ശക്തിയുമുണ്ട്. അപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് ഉള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എനിക്ക് എപ്പോഴും ആറ്റുകാൽ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കൂടുതലായി പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും
ആയുരാരോഗ്യ സൗഖ്യത്തിൻ്റെ 1000 പൊങ്കാല ആശംസകൾ. അതുപോലെ തന്നെ ആറ്റുകാൽ അമ്മയുടെ പേരിൽ എല്ലാ പേർക്ക് വേണ്ടിയും എൻ്റെ എല്ലാ ഫ്രണ്ട്സിന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കും. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ നമുക്ക് വേണ്ടത് എന്താണ്? ആയുസ്സല്ലേ. ആയുസ്സും ആരോഗ്യവും, അത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നേടാൻ കഴിയാത്തതായ ഒന്നും തന്നെ ഇല്ല. അതിനുവേണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന മാത്രം പോരാ, നമ്മുടെ പ്രവൃത്തികളിലും നമ്മൾ ആ പ്രാർത്ഥനയുടെ പുണ്യം കൊണ്ടുവരണം. എല്ലാവരെയും സ്നേഹിക്കാൻ നമുക്ക് കഴിയണം. അതുപോലെ ചതിക്കുഴികൾ തിരിച്ചറിയാനുമുള്ള ഒരു വിവേകം നമുക്കുണ്ടായിരിക്കണം. എല്ലാവരെയും ആറ്റുകാൽ ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആറ്റുകാൽ അമ്മയുടെ കഥകൾ പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോ വീണ്ടും ഞാൻ ഇടുന്നതായിരിക്കും. അതിൽ നമുക്ക് കണ്ണകിയെക്കുറിച്ചും കൊടുങ്ങല്ലൂർ അമ്മയെക്കുറിച്ചും ചിലപ്പതികാരത്തിലെ കണ്ണകി, അതാണല്ലോ അമ്മയുടെ കഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും അടുത്ത കഥ. അത് ഞാൻ ഉടനെ ആ വീഡിയോയുമായി വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്മ മാത്രം വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അമ്മേ ശരണം, ദേവീ ശരണം, സർവമംഗളമാംഗല്യേ